അറിയാമല്ലോ ഇപ്പോഴത്തെ പ്രശ്നം വന്നിട്ട് ഇപ്പോൾ ജസ്റ്റ് കോടതി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ സാർ അവിടെ ചെന്നായിരുന്നു. അപ്പൊ ഇതുപോലൊരു കണ്ണാടി വെച്ചിരുന്നു. എന്നിട്ട് സാർ ഇങ്ങനെ കണ്ണാടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചത് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു. പക്ഷെ ആളുകൾ എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ തുപ്പലം. ആ സമയത്ത് എനിക്ക് വിഷമം വന്നപ്പോ അങ്ങനെ വിഷമം വന്നിരുന്നോ? പക്ഷെ ഇദ്ദേഹത്തിന്റെ ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? മനോരമ ന്യൂസിൽ വന്നല്ലേ ഇദ്ദേഹത്തിന്റെ ഫേസ് കണ്ടോ? എത്ര ദുഃഖം വന്നാലും ന്യൂസിലാകാൻ വേണ്ടി ചെയ്തതല്ല. ഞാൻ പറയട്ടെ, കാരണം നമ്മള് ഇന്നലെ മീഡിയക്കാരങ്ങനെ ഉണ്ടെന്ന് അറിയാം. പക്ഷേ എങ്കിലും നമ്മൾ നടന്നു പോയപ്പോ അവര് ഓട്ടോമാറ്റിക്കലി എടുത്താണ്. സാധാരണ നിർബന്ധിച്ചൊക്കെ എടുക്കാറുണ്ട്, പക്ഷെ ഇത് അവർ ഓട്ടോമാറ്റിക്കലി എടുത്താണ്. അല്ല, ഞാനൊരു കാര്യം വേട്ടെ, ഇപ്പൊ എത്ര സങ്കടം വന്നാലും ഇതിന്റെ മുഖം എങ്ങനെയാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം. അപ്പൊ ആളുകൾ തെറ്റിദ്ധരിക്കരുത്, പുള്ളിക്ക് ശരിക്കും പൊട്ടിക്കരയണമെന്നുണ്ടായിരുന്നു അവിടെ വെച്ച്. പക്ഷെ അത്രയും കരഞ്ഞില്ല. ഒരു കാലത്ത് നമ്മുടെ കൂട്ടുകാരായിരുന്നല്ലോ. ആര്? ഒരു കാലത്ത് കൂട്ടുകാരനാണ്. ഇപ്പൊ കൂട്ടുകാരനായിരുന്നു, ഇപ്പോഴും കാണുന്നില്ല. എന്നാലും നമുക്കൊരു വിഷമമുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഒരു കാലത്ത് കൂട്ടുകാരാണ്, ഇപ്പൊ കൂട്ടുകാരനല്ലെന്ന് പറഞ്ഞ. പുള്ളി എന്നെ പറ്റി ഒരുപാട് നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെക്കുന്നില്ല. പക്ഷെ പുള്ളിക്കൊരു മോശകാലം വന്നപ്പോ നമ്മൾ ഒപ്പുണ്ട്. അല്ല, പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 7 മണി തൊട്ട് 9 മണി വരെ പുള്ളിയുടെ കയ്യിലല്ല ഫോൺ എന്ന് പറഞ്ഞത്. ആരെ ഹാക്ക് ചെയ്തോണ്ട് പോകാൻ? ഹാക്കല്ല, പുള്ളിക്ക് തോന്നുന്ന പോലെ പറയും. പേവാക്കിന് പൊട്ടച്ചിരി എന്നൊക്കെ പറഞ്ഞ പോലെ തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇത് കുരിശായി മാറിയില്ലേ? എന്നാലും നമ്മള് രണ്ടുപേരുടെ ഒപ്പം അല്ല, സിനിമക്കാരുടെ ഒപ്പം ആർക്കുടെ ഒപ്പം എന്ന് തന്നെ പറയാം. രണ്ടുപേരെ എതിർത്ത് പറയുന്നില്ല. ഇത് പുള്ളിക്ക് തെറ്റ് പറ്റിയതാണ്, അബദ്ധം പറ്റിയതാണ്. അത് പുള്ളി മാപ്പ് പറയോ എങ്ങനെയും ചെയ്ത് നോക്കുക. പുള്ളി തിരിച്ചു വരുന്ന നമ്മള് ശ്രമിക്കും. നമ്മളെ സ്വാധീനം വെച്ച് നമ്മള് രാഷ്ട്രീയത്തിലൊക്കെ നോക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിലാരെ പിടിയൊന്നുമില്ല, എന്നാലും പറഞ്ഞു നോക്കാം. അല്ല, ഞാൻ ആരാണ്ടൊക്കെ പിടിയൊന്നുമില്ല, പറഞ്ഞു നോക്കാം. അല്ല, ഇയാളെ അമ്മാനും മോനെ കണ്ട് വക്കീലാന്നൊക്കെ പറഞ്ഞ നോക്കാം. ഇത് പറഞ്ഞ ഇതിനു മുമ്പ് സുരേഷ് ചേട്ടനൊക്കെ ഒന്ന് കണ്ടു. സുരേഷ് ഗോപി ചേട്ടനായിട്ട് പിടിപാടുണ്ടോ? ഇല്ല, അത് മകനായിട്ട് പ്രശ്നമുണ്ട്. മകനോ? അങ്ങനെ മകൻ മറ്റേ ഗോകുലനിയൻ. അപ്പൊ സുരേഷ് ഗോപി ചേട്ടനോട് പറയും. ഗോകുലനിയൻ അറിയോ? മാധവായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുണ്ടാവും. അപ്പൊ വിളിച്ചു പറയും എങ്ങനെ? സുരേഷ് ഗോപി ചേട്ടൻ വിചാരിച്ച് നടക്കോ? അപ്പൊ എരേരെ പറഞ്ഞ സുരേഷ് ഗോപി ചേട്ടൻ വിചാരിച്ചു കഴിഞ്ഞാൽ 6 എണ്ണം ജയിലിൽ നിന്ന് ഇറക്കാം. കാരണം സുരേഷ് ചേട്ടനൊക്കെ അമ്മയിലൊക്കെ അത്യാവശ്യം അമ്മയിലെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കും. എന്നാലും ഒരുപാട് പേര് കമന്റ്സിൽ പറയുന്നുണ്ട് എന്നെയൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞത്. ഒരു കളിയാക്കിയ രീതിയാണ്. എന്തോ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആൾക്കാരെ പറയണ്ടല്ലോ. എന്നെ പറ്റി ഒരിക്കലും പറയണ്ട. കമന്റ് ബോക്സിലെ ഇല്ല എന്നെ അല്ലായിരിക്കും. അത് വേറെ മറ്റേ കൊല്ലത്തുള്ള ബിനുവിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ പറയട്ടെ, ഇത് പലരും പല തെറ്റ് ചെയ്ത് ഈ നാട്ടിൽ കൂടെ നടക്കുന്നുണ്ട്. ആറാട്ടം പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കില്ല. പുള്ളി പറഞ്ഞത് തെറ്റാണ്. പക്ഷേ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു രീതിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതിലും വലിയ തെറ്റുകൾ ചെയ്ത് ലൈവായിട്ട് തെറ്റ് ചെയ്ത ആളുകൾ ഇവിടെ നടക്കുന്നുണ്ട് പേര്, ഇല്ലേ? കൊച്ചു കുട്ടികളെ എന്താ പറയുക, കൊന്നു കളഞ്ഞ, ബാക്കി ഞാൻ പറയുന്നില്ല, കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവരെയും നശിപ്പിച്ച് കൊന്നു കളഞ്ഞ ആൾക്കാർ വരെ ഈ ജാമ്യം കിട്ടാണ്ടും ജാമ്യം എടുക്കാണ്ടും പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. ആ സംഭവം ആറാട്ടെണ്ണം പോയപ്പോൾ പുള്ളി ജയിലിലേക്ക് പോയപ്പോൾ എല്ലാവർക്കും ഒരു വിഷമം തോന്നി. അത് പല കമന്റ്സിലും ഞാൻ കണ്ടിരുന്നു. കാരണം പുള്ളി എന്തൊക്കെ പറഞ്ഞാലും ഒരു പബ്ലിക് എന്താ പറയാ, പുള്ളിക്കെതിരാണെങ്കിൽ ഫോൺ മേടിച്ചു വെക്കുക അല്ലേ? ഒരു തെറ്റിന്റെ പകരമേ ഫേസ്ബുക്ക് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറയാ, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാണ്ടിരിക്കാൻ പറയാ. പുള്ളിക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, ജീവിക്കാമല്ലോ. അല്ലാണ്ട് ഇപ്പൊ ജയിലിൽ പിടിച്ചിട്ടിട്ട് ഇപ്പൊ എന്ത് പറയാ, ഫെയിം ആയെന്നോ? പുള്ളി ഇത്രയും പബ്ലിസിറ്റി നേടാനുള്ള പുള്ളി നേടിക്കഴിഞ്ഞു. പുള്ളിക്ക് അവസരങ്ങൾ വന്നായിരുന്നു. നമ്പർ 1 സെലിബ്രിറ്റി പുള്ളിയാണ്. സിനിമ വന്നിരുന്നു, സിനിമ ബാഡ് ബോയ്സ്, പിന്നെ ബസൂക്കയിലൊക്കെ പുള്ളി അഭിനയിച്ചു. ഞാനും ബാഡ് ബോയ്സിൽ അഭിനയിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി നടന്റെ ഇമേജ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ വന്നപ്പോ ഒരുപാട് നെഗറ്റീവ്സ് വന്നു.